ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവേഴ്സ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്രഥമനാണ്. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണിത്. അപ്പോൾ അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ അടപ്രഥമൻ പായസമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അട ഫുള്ളായിട്ട് ഞാനപ്പോൾ പാക്കറ്റ് വെച്ചതിന് അടയൊന്ന് പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടച്ച് വെയിറ്റ് ഇട്ട് ഒറ്റ വിസിൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ അടയൊക്കെ ഞാൻ കുക്കറിനകത്ത് ഒറ്റ സ്റ്റീം വേവിച്ചതാണ്. അത് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേവിക്കുമ്പം ഒരു കാര്യം ഞാൻ ഇച്ചിരി ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തിളച്ചങ്ങ് പോകും. അപ്പം നന്നായിട്ട് നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കീഴ്ത്ത പാത്രത്തിലെടുത്ത് ഊറ്റിയെടുക്കാം. എന്നിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് 2-3 വട്ടം കഴുകി ഊറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് മൊത്തവും ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല ഒരു 3-4 വട്ടം പച്ചവെള്ളത്തിൽ കഴുകി കീഴ്ത്ത പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കാം. നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം എടുത്തു വെച്ചിരിക്കുന്നത് കിസ്മിസ്, കശുവണ്ടി, തേങ്ങാക്കൊത്ത്, പിന്നെ അത് കൂടാതെ ഇത് തേങ്ങാപ്പാൽ പൊടിയാണ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാഗോ, അതായത് ചൗവരി, അത് ഞാനൊരു 1/4 കപ്പ് ആണ് എടുത്തത്. വെള്ളം ഒഴിച്ച് വെച്ചപ്പോൾ അത് 1 കപ്പ് ആയിട്ടുണ്ട് കുതിർന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം, ചൗവരി വേവിച്ചും എടുക്കണം. 200 ഗ്രാം അടയ്ക്ക് ഞാനിപ്പം ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 അടുപ്പും കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ചൗവരിയാണ്. ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിൽ ചൗവരി ഒന്ന് തിളപ്പിക്കാനായിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. 2-3 ഗ്ലാസ് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് വെന്ത് വരട്ടെ, അതോടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ ശർക്കരയും ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഉരുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നേ ഉള്ളൂ, അത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നെയ്ക്കകത്ത് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. ഇതിപ്പം തണുപ്പായതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഉരുകി വരുന്നതേ എന്നുള്ളൂ നെയ്യ്. അപ്പോൾ ഇതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ജസ്റ്റ് ഈ തേങ്ങാക്കൊത്തും കശുവണ്ടിയും റൈസിൻസും വറുത്തെടുക്കാൻ വേണ്ടുന്ന ആവശ്യത്തിനുള്ള നെയ്യ് മാത്രം ചേർത്താൽ മതി. ഓക്കെ, ഞാൻ ഒത്തിരി പാത്രം നിരത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇത് വറുത്ത് കോരിയിട്ട് ആ നെയ്യിലോട്ട് നമുക്ക് അടയും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കാഷ്യൂ ഇടാം. കാഷ്യൂ ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് മുന്തിരി ഇടാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ ഒക്കെ ഒന്ന് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് റൈസിൻസ് കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇതിങ്ങനെ കുമ്പള പോലെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മൂത്ത് നമുക്ക് കോരിയെടുത്തിടാം.
അപ്പോൾ ഞാനിവിടെ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടയിട്ടൊന്ന് വറുത്തെടുക്കാം. വറക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ നെയ്ക്കകത്ത് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തെന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കിയത് ഒഴിച്ച് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ എത്രയും ശർക്കരയും അടയും കൂടെ വഴറ്റിയെടുക്കുന്നോ അതിലാണ് നമ്മുടെ ആ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ പതഞ്ഞ് ശർക്കരയും ഇതും കൂടെ, അപ്പോൾ അതിനാണ് ഞാൻ ആ നെയ്യിനകത്ത് ഇതങ്ങ് ഇട്ടത്. അപ്പം ഒരുപാട് ഒട്ടിപ്പിടിക്കാതൊക്കെ എത്രയും നല്ല പതഞ്ഞ് വരണം ആ ശർക്കരയും അടയും കൂടെ ഒരുമിച്ച്, അതിനകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര ഇനി അരിച്ചു വയ്ക്കാം. ഇതാ നമ്മുടെ ശർക്കരയൊക്കെ ഇപ്പം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചൗരി അവിടെ വേവുന്നുണ്ട്, കുറച്ചുകൂടെ വേവാനുണ്ട്, അതിലവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ശർക്കര ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി ഇനി അത് സൈഡിൽ നിന്നൊക്കെ പതഞ്ഞ് വരണം. ഇതിപ്പോൾ ജസ്റ്റ് തിളയ്ക്കുന്നേ ഉള്ളൂ. നല്ല വഴന്ന് ശർക്കര നല്ല വഴറ്റി എടുക്കണം, അടയും ശർക്കരയും കൂടെ. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടെയൊക്കെ ഒന്ന് പറ്റിച്ച് വഴറ്റിയെടുക്കുക. അതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കാം. നമ്മുടെ തേങ്ങ പൊടിക്കകത്തോട്ട് ഞാൻ അല്പം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ വരണ്ട് വരുന്ന ഇതിലോട്ട് ഒഴിച്ചേക്കാം. ഇത് കണ്ടോ, നമ്മുടെ ശർക്കരയും അടയും കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സൈഡിൽ പതഞ്ഞ് വരുന്ന കണ്ടോ, അത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നല്ലതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളച്ച് വരട്ടെ. നമ്മുടെ ചൗരിയൊക്കെ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. കാരണം അതിപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് നമുക്കിനി തീ ഓഫ് ചെയ്തേക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലൊരു നുള്ളു ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരിയും കൂടെ ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് അതിന് ശേഷം നമുക്ക് തലപ്പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-7 ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ച് അതിലോട്ട് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടെ ചേർക്കാം. ഞാനിതിനകത്ത് ഒരു ശകലം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയോടെ ഇട്ടാണ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ചേർത്ത് ഇളക്കാം. ഇനി ഞാൻ നേരത്തെ നമ്മൾ 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടിയാണ് ചേർത്തത്. ഇനി 1/2 കപ്പ് കൂടെ ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് ഓഫ് ചെയ്തേക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും ചേർക്കാം. ഞാനിതിലേക്ക് ഇനിയിപ്പം 1/2 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർക്കുകയാണ്. അപ്പം 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടി എടുത്തത് ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കി ചേർത്തതാണ്. തിളച്ച വെള്ളമാണ്. ചൂടാറിയതിന് ശേഷം ചെറിയ ചൂടിൽ കലക്കിയത് ചേർത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. ഞാൻ തിരി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറി വരുമ്പം കുറുകി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയൂ.